പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഒരു വിഷമമുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം 3.5-4 വർഷത്തിന് മേലെയായിട്ട് നമ്മൾ മയക്കുമരുന്നിനെതിരെയും അതുപോലെ ഹൈബ്രിഡ് കഞ്ചാവ് എന്നിവരെതിരെയും വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് കേരള പോലീസിലുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്ന് ഞാനിപ്പോൾ ഇട്ട ഒരു ഓഡിയോ ക്ലിപ്പിൽ മുൻ പോലീസ് സേനയിലെ ഒരു SI, അദ്ദേഹം ഇപ്പോൾ ജോലി മതിയാക്കി വീട്ടിലിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഇവിടെയുള്ള ലഹരിക്കെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട്, ടെൻഷൻ വരുന്നുണ്ട്. കാരണം കേരള പോലീസിൽ നമ്മൾ 2 വർഷം മുമ്പേ പിണറായി വിജയൻ സർക്കാർ, അന്നത്തെ സർക്കാരായിരുന്ന പിണറായി വിജയൻ ഉള്ള സമയത്ത് വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ADGP അജിത് കുമാറിനെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന്. പല പ്രാവശ്യം ഞങ്ങളത് ഇമെയിൽ വഴി ഞാൻ തന്നെ അയച്ച പല കേസുകളുണ്ടായിട്ട് പോലും ADGPയെ നീക്കാൻ പിണറായി വിജയൻ സർക്കാർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിനെ ഒന്ന് ഇപ്പുറം മാറ്റി പിന്നെ ഇപ്പുറം കയറ്റും, ഇപ്പുറം മാറ്റും പിന്നെ ഇപ്പുറം കയറ്റും. നമ്മൾ പൊട്ടന്മാർ. ഈ മയക്കുമരുന്നിനെ പറ്റിയിട്ടുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്നത് നമ്മളെ ഏറ്റവും അത് ADGP എന്ന നിലയിലുള്ള ആ വ്യക്തിയുടെ അണ്ടറിലാണെങ്കിൽ കേരളത്തിലെ ലഹരിക്കെതിരെ നടക്കുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ജീവൻ എന്ത് വിലയാണുള്ളത്? ഇപ്പോൾ പുതിയ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നു. ഇതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനും എത്രയും പെട്ടെന്ന് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് ADGP അജിത് കുമാറിനെ അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് സസ്പെൻഡ് അല്ല, ഡിസ്മിസ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാർ കേരള പോലീസിനോടും കേരള എക്സൈസിനോടും ചോദിച്ചു നോക്കിക്കോളൂ, നമ്മൾ എത്ര ഈ നാട് നന്നാക്കാൻ, ഈ നാട് ലഹരി മുക്തമാക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. പരസ്പരം ചെളിവാരി ഇറങ്ങലൊന്നും നമുക്ക് പരിപാടിയില്ല. ഇത് കറക്റ്റായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് കേൾക്കാൻ കേരളത്തിലെ പൊതുസമൂഹം നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ നാളെ അജിത് കുമാറിനെ കൂടെയുള്ള കേരള പോലീസിൽ എത്ര ആൾക്കാർ ഇങ്ങനെ മയക്കുമരുന്നിനും മണൽ മാഫിയക്കും വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. എൻ്റെ കയ്യിലുണ്ട് ക്രിമിനൽ പശ്ചാത്തലം കൈമലുള്ള കേരളത്തിൽ പോലീസ് സേനയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. അത്രയും ആൾക്കാരെ ഉടനടി സർവീസിൽ നിന്നും നീക്കം ചെയ്യാൻ VD സതീശനും രമേശ് ചെന്നിത്തലയും തയ്യാറാവണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെയാണ് പോലീസ് സേനയിലുള്ള മറ്റുള്ള എല്ലാ വിധത്തിലുള്ള ആൾക്കാരും പോലീസ് സേനയിലുള്ള പലരെയും നമുക്ക് സംശയിക്കേണ്ടി വരും. അതിന് പൂർണ്ണ ഉത്തരവാദി രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രി VD സതീശനുമായിരിക്കുമെന്ന് ഇതിനാൽ ഞാൻ അറിയിച്ചുകൊള്ളുന്നു. താങ്ക് യു സോ മച്ച്.